അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നരേന്ദ്രമോദിക്ക് പോലും അറിയാം കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നത് അസാധ്യമാണ് എന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു വെച്ചത്. വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് BJP തൃശൂർ മണ്ഡലത്തിന്, എല്ലാ മണ്ഡലങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്നുണ്ട് എന്ന് രാഷ്ട്രീയമായി നിങ്ങൾക്ക് അവകാശപ്പെടുകയും ചെയ്യാം. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് തൃശ്ശൂരിലേക്ക് ഇത്രയധികം കേന്ദ്രീകരണം, എന്തുകൊണ്ടാണ് തൃശ്ശൂർ ഒഴുകി കഴിഞ്ഞുവോ എന്നൊരു ചർച്ച? എല്ലാ മണ്ഡലങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു കേരളത്തിൽ. ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘടനാപരമായിട്ട് നല്ല ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള വികസനവും കേരളത്തിലുണ്ടായിട്ടുള്ള ജനങ്ങളിൽ ഉള്ള ഒരു അഭിമാനവും മോദിജിയോടുള്ള ജനങ്ങളുടെ താല്പര്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് 6 നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ 135 മണ്ഡലങ്ങൾ വെരി ക്ലോസ് ടു വിൻ എന്ന രീതിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയതോ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതോ 2ാം സ്ഥാനത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതോ ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ആ 135 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 135 മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രം നമ്മൾ പരിശോധിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞങ്ങൾ വെരി ക്ലോസ് ടു 2nd പൊസിഷൻ. എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാനായിട്ട് അദ്ദേഹം അവിടെ എത്തിയത് 10 ദിവസം മുമ്പാണ്. അതിനു മുമ്പ് 2 സ്ഥാനാർത്ഥികളുടെ പേര് വന്നു. ഒരാൾ രംഗത്തിറങ്ങി പ്രവർത്തനം തുടങ്ങി. അതിനെല്ലാം ശേഷമാണ് വളരെ പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ അവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാം തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം നേരെ വയനാട്ടിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നു. അതിനുശേഷം ഒരു ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിലാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് വരുന്നത്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം തൃശ്ശൂരിലുണ്ടായിട്ടുള്ള ഒരു ട്രമൻഡസ് ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ഞങ്ങളെ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് വാസ്തവത്തിൽ തൃശ്ശൂരിലുണ്ടായത്. അതിന് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവമാണ്. മറ്റാരേക്കാൾ ഇന്ന് കേരളത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ വ്യക്തിപ്രഭാവമുള്ള, നന്മയോട് വളരെ അടുത്ത് നിൽക്കുന്ന, കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് അവിടുന്ന് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിൽ ഒരു വിഹിതം സാധാരണ ജനങ്ങളുടെ ജീവന് വേണ്ടി സമർപ്പിക്കുന്ന, സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന, വിഷമം കാണുമ്പോൾ ആ വിഷമമുള്ള സ്ഥലത്ത് പോവുക, സങ്കടമുള്ളപ്പോൾ സങ്കടമുള്ള സ്ഥലത്ത് പോവുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനത്തെ നന്മയുടെ ഒരു പ്രതീകമായി സുരേഷ് ഗോപി മാറി. അത് തൃശ്ശൂരിൽ അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വന്നു. അതിനിടെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്തായാലും തൃശ്ശൂരിൽ മത്സരിച്ചു, അതുകൊണ്ട് ഈ മത്സരിച്ച് തോറ്റുപോയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഞാൻ എന്തായാലും പിൻവാങ്ങുന്നില്ല. ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്നതാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. പല ആളുകളും മത്സരിക്കും, ഞാനടക്കം മത്സരിച്ചിരുന്നു ചാലക്കുടിയിൽ. പക്ഷേ അതിനുശേഷം ചാലക്കുടിയിൽ എൻ്റെ വീടാണെങ്കിൽ തൃശ്ശൂരാണ്, എനിക്ക് കാര്യമായിട്ട് ചാലക്കുടിയിലേക്ക് പിന്നെ അധികം ആ രീതിയിൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ സുരേഷ് ഗോപി പറയാതിരിക്കാൻ നിർവാഹമില്ല, തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിച്ചു. കൊറോണ കാലത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, സേവനം തൃശ്ശൂർക്കാർക്ക് നന്നായി അറിയാം. എന്നു മാത്രമല്ല എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ കോർപ്പറേഷനിലും എല്ലാ പഞ്ചായത്തിലും സുരേഷ് ഗോപിയുടെ ഒരു ടച്ച് ഉണ്ടായി. അതുകൊണ്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ, ആ മേയർ വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു
ജയിച്ചു പോയ ആളെ ഞാൻ കണ്ടിട്ടില്ല. ജയിച്ചു പോയ ആളുകൾ, ഇവിടെ ജയിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോയതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേസമയത്ത് സുരേഷ് ഗോപി അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു, കോർപ്പറേഷനിലെ മത്സ്യ മാർക്കറ്റ് അത് ഞാൻ നവീകരിക്കും. കോടിക്കണക്കിന് രൂപയാണ്. അദ്ദേഹം ആ കോടിക്കണക്കിന് രൂപയുടെ ആ ചെക്ക് കൈമാറി ഇന്ന് ആ മത്സ്യ മാർക്കറ്റ് അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്.